السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ഓതി. ഇനി നമുക്ക് പറയാനുള്ളത് സൂറത്തുൽ ഫാത്തിഹ കൂട്ടി ഓതുന്ന സമയത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളതാണ്. ഇന്ന് നാം എല്ലാവരും തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ ആരാധനകളും തിരക്ക് വന്നുപോയി. നമ്മുടെ കർമ്മങ്ങൾ, നിസ്കാരങ്ങളിലൊക്കെ വളരെയധികം സ്പീഡിലായി തിരക്ക് കൂട്ടി നിർവഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കർമ്മങ്ങളൊക്കെ തെറ്റുകൂടാതെ നിർവഹിക്കണമെങ്കിൽ ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഫാത്തിഹ സൂറത്ത് തെറ്റു വന്നാൽ നമ്മുടെ നിസ്കാരം തന്നെ സ്വഹീഹാവുകയില്ല. അതുകൊണ്ട് തന്നെ തെറ്റുകളൊക്കെ പരിഹരിച്ച് നാം ഓതാൻ നമ്മൾ പഠിക്കുക. ഇനി കൂട്ടി ഓതുകയാണെങ്കിലും നിർത്തി ഓതുകയാണെങ്കിലും തെറ്റില്ലാതെ ഓതാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അങ്ങനെയാണ് അവതരിപ്പിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്ന രൂപം എന്ന് പറയുന്നത് എങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത് എന്നുള്ളതാണ്. അഥവാ ഖുർആൻ ഫാത്തിഹ സൂറത്ത് നമുക്ക് വഖഫ് ചെയ്തും ഓതാം, കൂട്ടി ഓതുകയും ചെയ്യാം ആയത്തുകൾക്കിടയിൽ. ഇവിടെ വഖഫ് ചെയ്ത് ഓതലാണ് വളരെ നല്ലത്. എന്നാൽ കൂട്ടി ഓതുന്നത് കൊണ്ട് തെറ്റൊന്നും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ കൂട്ടി ഓതാൻ പാടില്ല എന്നുള്ള നിയമമൊന്നുമില്ല. അപ്പോൾ ഏതായാലും കൂട്ടി ഓതുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം ഓതേണ്ടത്. തെറ്റ് വന്നാൽ ചില ആളുകളിലൊക്കെ ചില അക്ഷരങ്ങൾ കാണാതെയാവും, ചില അക്ഷരങ്ങൾക്ക് ഹർക്കത്തുകൾ മാറിപ്പോകും, ചില അക്ഷരങ്ങൾക്ക് ശബ്ദ വരും. അനാവശ്യമായ പലതും കടന്നു വരുന്ന ഒന്നാണ് കൂട്ടി ഓതുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓത്തിൽ കൂട്ടി ഓതുന്ന സമയത്ത് തെറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തെറ്റുകൾ എന്തെല്ലാം എന്ന് പറയുന്നില്ല, അതേ സ്ഥാനത്ത് നാം ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് കൃത്യമായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ നമ്മൾ ബോർഡിലേക്ക് നമ്മൾ നോക്കാം. ഇവിടെ നമ്മൾ അഊദു ഓതണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾ അഊദു തുടങ്ങുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പം റജീം എന്ന് പറയുന്നതിൻ്റെ അവസാന ഭാഗം മീമാണുള്ളത്. ആ മീമിന് കസ്റ കൊടുത്തിട്ടാണ് ഓതുന്നത്. അപ്പം കസ്റാണുള്ളത്, നിർത്തുമ്പോൾ നമ്മൾ സുക്കൂൻ കൊടുക്കും. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, റജീമി. ഇനി നമ്മൾ ഓതേണ്ടത് ബിസ്മിയാണ് ഓതുന്നത്. അപ്പം ഇത് രണ്ടും പാടെ കൂട്ടി ഓതുമ്പം റജീമി ബിസ്മില്ല, ബാ ഇന്നുള്ള കസ്റ ശരിക്കും നമ്മൾ ഉച്ചരിക്കണം. മീമിൻ്റെ കസ്റയും നമ്മൾ ഉച്ചരിക്കണം, ബാ ഇൻ്റെ കസ്റയും നമ്മൾ ഉച്ചരിക്കണം. ബി എന്ന് തന്നെ പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീമി ബിസ്മില്ല, റജീമി ബിസ്മില്ല എന്ന് തന്നെ നമ്മൾ ഓതണം. അവിടെ അക്ഷരങ്ങൾ ഒഴിവാക്കാനൊന്നും പാടില്ല. റജീമി ബിസ്മില്ല എന്ന് തന്നെ ഓതുക. പിന്നെ ബിസ്മി ഇങ്ങനെ ഓതി പോന്നിട്ട് ബിസ്മിൻ്റെ അവസാനം അർ-റഹീം, അർ-റഹീം എന്നുള്ളത്. ഈ റഹീം എന്ന് ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആയത്ത് വരുന്നത് അൽഹംദുലില്ലാഹി എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു ആണ് നമ്മൾ ഇനി കൂട്ടി ഓതുന്നത്. ബിസ്മി ഓതുമ്പം അതിനോട് ചേർത്ത് നമ്മൾ അൽഹംദു ഓതുമ്പോൾ ഇവിടെ അർ-റഹീമി നോക്കാം നമ്മൾ, അർ-റഹീമി. ഇനി അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അവിടെ അലിഫും ലാമും ഉണ്ട്. അലിഫിന് നമ്മുടെ ഉച്ചാരണത്തിൽ നമ്മൾ മാറ്റി നിർത്താം. ലാമിന് സുക്കൂൻ കൊടുത്തിട്ട് റഹീമിൽ ഹംദു, റഹീമിൽ ഹംദു, അൽഹംദുലില്ലാഹി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദു, റഹീമിൽ ഹംദു എന്ന് നമ്മൾ ഓതണം. അപ്പം അങ്ങനെ അവിടെ അങ്ങനെ ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതും അടുത്ത ആയത്തുമാണ് കൂട്ടി ഓതുന്നതെങ്കിൽ ഇവിടെ അവസാനം റബ്ബിൽ ആലമീൻ, നൂനിന് ഫത്ഹാണ്, ആലമീന എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അർ-റഹ്മാനിർ റഹീം, അർ-റഹ്മാനിർ റഹീം. അപ്പോൾ ആലമീനർ റഹ്മാൻ, ആലമീനർ റഹ്മാൻ. അവിടെ അർ-റഹ്മാൻ എന്നുള്ള ആ എന്നുള്ളതും നമ്മുടെ ഓത്തിൽ ഉച്ചാരണത്തിൽ വരുന്നില്ല. ആലമീനർ റഹ്മാൻ, നാ കഴിഞ്ഞാൽ പിന്നെ റാഇന് ശബ്ദ കൊടുത്തിട്ട് നമ്മൾ അതാണ് ഉച്ചരിക്കാൻ പോകുന്നത്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ. അങ്ങനെതാ അർറഹ്മാനിർ റഹീം എന്ന് ഓതിയിട്ട് ഇനി മാലിക് യൗമിദ്ദീൻ എന്നുള്ളതാണ് കൂട്ടി ഓതുന്നതെങ്കിൽ അർറഹ്മാനിർ റഹീം. ഇവിടെ അർറഹ്മാനിർ റഹീം, റഹീം എന്നുള്ളതിന് മീമിന് കസ്റുണ്ട്. എന്നാൽ തുടർന്ന് പറയുന്ന മാലിക് എന്നുള്ളിടത്ത് ഫത്ഹാണ്. രണ്ട് മീമും ഒരുമിച്ച് വരുമ്പം അവിടെ നമ്മൾ കൂട്ടി ഓതണം എന്ന് വിചാരിച്ചിട്ട് അർറഹ്മാനിർ റഹീം മാലിക് എന്ന് ഓതാൻ പാടില്ല. അർറഹീമി മാലിക് അങ്ങനെ ഓതണം. അർറഹ്മാനിർ റഹീമി മാലിക് രണ്ട് മീമും ഉച്ചാരണത്തിൽ വരണം. ഒരു മീമിന് കസ്റാണ്, ഒരു മീമിന് എന്താണ് ഫതഹാണ്. അപ്പൊ ആദ്യത്തെ മീമ് കസ്റും രണ്ടാമത്തെ മീമ് ഫതഹുമാണ്. അപ്പൊ എങ്ങനെ അർറഹ്മാനിർ റഹീമി മാലിക്, റഹീമി മാലിക്. അത് കഴിഞ്ഞാല് മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ. അവിടെ നൂനിന് കസ്റാണ്, യൗമിദ്ദീനി. പിന്നെ ഇയ്യാക്ക, മാലിക് യൗമിദ്ദീനി എന്നുള്ളതും ഇയ്യാക്ക എന്നും കൂടെ കൂട്ടി ഓതുമ്പോൾ ഒരൊറ്റ അക്ഷരം അവിടെ നിന്ന് പോകണ്ട. മാലിക് യൗമിദ്ദീനി ഇയ്യാക്ക, നിയ്യാക്ക എന്നല്ല, മാലിക് യൗമിദ്ദീനി ഇയ്യാക്ക എന്നല്ല, മാലിക് യൗമിദ്ദീനി ഇയ്യാക്ക. അങ്ങനെ തന്നെ പറയണം. മാലിക് യൗമിദ്ദീനി ഇയ്യാക്ക നഅ്ബുദു. നിങ്ങൾ ആ രൂപത്തിൽ തന്നെ ഓതണം. നൂനിന് കസ്റ വേണം, അടുത്ത അക്ഷരം ആ എന്നുള്ളതിന് കസ്റ കൊടുക്കണം, അലിഫിന് കസ്റ കൊടുത്തിട്ട് തന്നെ ഓതണം. അല്ലാതെ മാലിക് യൗമിദ്ദീനി ഇയ്യാക്ക എന്നല്ല, മാലിക് യൗമിദ്ദീനി ഇയ്യാക്ക അങ്ങനെ തന്നെ ഓതുക. ഇയ്യാക്ക ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ. നസ്തഈൻ എന്നുള്ളിടത്ത് നൂനിന് വമ്മാണുള്ളത്, നസ്തഈനു. അപ്പൊ ശേഷമുള്ളത് ഇഹ്ദിന എന്നാണ്, ഇഹ്ദിന. അപ്പൊ അവിടെ എന്ത് ചെയ്യും? നസ്തഈനുഹ്ദിന, നു കഴിഞ്ഞിട്ട് നുഹ്ദിന, നസ്തഈനുഹ്ദിന, നസ്തഈനുഹ്ദിന സിറാത്ത. നൂനിന് വമ്മ കൊടുത്ത് ഹാഇന് സുക്കൂൻ കൊടുത്ത് മാലിക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനുഹ്ദിന, നുഹ്ദിന നസ്തഈനുഹ്ദിന, നുഹ്ദിന. അങ്ങനെ ഓതാ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനുഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീം മുസ്തഖീമ സിറാത്തല്ലദീന. അവിടെ മുസ്തഖീമ മീമിന് ഫതഹുണ്ട്, ശേഷമുള്ളത് മുസ്തഖീമ സിറാത്ത. സ്വാദിന് സുക്കൂന് വരാതെ കസ്റ തന്നെ വരണം. മുസ്തഖീമസ്, മുസ്തഖീമ സിറാത്ത. അങ്ങനെ ഓതുന്ന ആൾക്കാരുണ്ട്. അവിടെ സ്വാദിന് കസ്റായിട്ട് മുസ്തഖീമ സിറാത്ത. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമ, മുസ്തഖീമ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അൻഅംത അലൈഹിം. അവിടെ വഖഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ഗൈരി, അത് നമ്മൾ വേറെ എടുത്തോതണം. ഗൈരിൽ മഗ്ളൂബി അലൈഹിം. അവിടെ നമ്മൾ ഒന്ന് വഖഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കുറേ നിർത്താൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഓതേണ്ടത്. അലൈഹിം, ആ ഒരു മീമിനെ രണ്ട് ചുണ്ടുകൾ അടപ്പിച്ച് അലൈഹിം എന്ന് പറഞ്ഞിട്ട് തുറന്നിട്ട് എന്ത് ചെയ്യണം? വലല്ലാലീൻ എന്ന് പറയണം പറഞ്ഞു. അപ്പം എന്താണ്? ഗൈരിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അപ്പൊ ഇതാണ് നമ്മൾ ഓതേണ്ടത്. അഥവാ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെ കൂട്ടി ഓതാം. ഒരാൾ അഊദ് തുടങ്ങണേ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹ്, നമ്മൾ റജീമി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ്.
رحيم الحمد لله رب العالمين رب العالمين الرحمن الرحيم مالك يوم الدين مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ഇങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.